നടിയെ ആക്രമിച്ച കേസിൽ അപ്പീലുമായി രണ്ടാം പ്രതി മാർട്ടിൻ ഹൈക്കോടതിയിൽ. ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നും എട്ടാം പ്രതി ദിലീപിനെ വിട്ടയച്ച അതേ മാനദണ്ഡങ്ങൾ തനിക്കും ബാധകമാണെന്നും മാർട്ടിൻ അപ്പീലിൽ ഉന്നയിക്കുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുജ്തബ, ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രണ്ടാം പ്രതി മാർട്ടിൻ. എന്താണ് ഇയാളുടെ ആവശ്യം? അമൃത, പ്രധാനമായും ഗൂഢാലോചന സംബന്ധിച്ച് തെളിവില്ല എന്ന് വിചാരണ കോടതി നിരീക്ഷിച്ച ഒരു സാഹചര്യത്തിൽ എട്ടാം പ്രതി ദിലീപിനെ കോടതി വെറുതെ വിട്ടു. ആ ഗ്രൗണ്ട് തനിക്കും ബാധകമാണെന്നാണ് മാർട്ടിൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. പ്രത്യേകിച്ച് പ്രോസിക്യൂഷന്റെ രേഖകൾ പ്രകാരം ആ സംഭവ സമയത്തോ ക്രിമിനൽ ഗൂഢാലോചനയിലോ താൻ പങ്കെടുത്തതായി പ്രോസിക്യൂഷന് ഒരു വാദമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രതിയാക്കി മാത്രം വിചാരണ കോടതി ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് അത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എട്ടാം പ്രതിക്കെതിരെ തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി ദിലീപിനെ വെറുതെ വിടുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ തെളിവില്ലാത്ത, സാക്ഷിമൊഴികളില്ലാത്ത, തന്റെ ഭാഗത്ത് നിരവധി സാക്ഷിമൊഴികൾ തനിക്ക് അനുകൂലമായി ഉണ്ട്, അതൊന്നും പരിഗണിക്കാതെ കോടതി മൗനം പാലിക്കുന്നു. തന്റെ കാര്യത്തിൽ ഒരു മൗനം പാലിക്കുകയും ദിലീപിന്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല വെറുതെ വിടുകയും ചെയ്യുന്ന വിചാരണ കോടതിയുടെ ഉത്തരവ് അത് പക്ഷപാതപരമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് മാർട്ടിൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. 2-3 പ്രധാനപ്പെട്ട ഗ്രൗണ്ട്സ് ഇതിന് കോടതിയിൽ മാർട്ടിൻ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഈ സംഭവ സമയം ക്രൈം നടക്കുന്ന ആ വാഹനത്തിൽ താൻ ഉണ്ടായിരുന്നില്ല. ആകെ ആ സംഭവ സ്ഥലത്ത് എത്തുന്നത് എന്ന് പറയുന്നത് ഈ നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട വാഹനത്തിന്റെ ഡ്രൈവർ താൻ ആയിരുന്നു. തന്റെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായി താൻ അവിടെ എത്തിയതാണ്. അതല്ലാതെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ താൻ പങ്കെടുക്കുകയോ താൻ ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെറുതെ വിടണം. വിചാരണ കോടതി ഇത്തരം തെളിവുകൾ പരിശോധിച്ചിട്ടില്ല. മാത്രമല്ല, തന്റെ ഫോണിലെ സിം കാർഡ് താൻ നശിപ്പിച്ചു എന്നതുൾപ്പെടെയുള്ള തെറ്റായ വാദങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് വിചാരണ കോടതി അതേപോലെ വിധിപ്പകർപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മാർട്ടിൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ 2 പ്രതികൾ നേരത്തെ ഹൈക്കോടതിയിൽ അപ്പീലുമായി നൽകിയിരുന്നു. അത് 20 വർഷം കഠിന തടവിന് വിധിച്ച നടപടി റദ്ദാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ്. മാത്രമല്ല, കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് നിരവധി വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. മാത്രമല്ല, ഈ വിധിപ്പകർപ്പ് പുറത്തു വന്ന സമയത്ത് തന്നെ സംസ്ഥാന സർക്കാരും അപ്പീലുമായി മുന്നോട്ട് പോകുന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികളുടെ ഭാഗത്ത് നിന്ന് മാർട്ടിൻ ഉൾപ്പെടെയുള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം പ്രതിയായി ഈ പൾസർ സുനിക്ക് ശേഷം രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മാർട്ടിൻ ഉൾപ്പെടെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഹൈക്കോടതിയിൽ വരുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും ഏറെ നിർണായകമാണ്. അമൃത.